ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അങ്ങനെ നമ്മൾ പുതിയ സെമിസ്റ്റർ തുടങ്ങുകയാണ് അല്ലേ. നിങ്ങൾ എൻജിനീയറിങ്ങിൻ്റെ പടിവാതിൽക്കൽ നിങ്ങൾ കയറി അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പുതിയ കോളേജിലേക്കും പുതിയ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായ ഫ്രാങ്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക. സോ ആദ്യമായിട്ട് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഫസലുദ്ദീൻ എന്നാണ്. ഞാനാണ് നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുക്കുന്നത്. ഇത് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഈ S1 പ്രയാണങ്ങളിൽ അല്ലെങ്കിൽ S2 ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഒട്ടുമിക്ക സബ്ജക്റ്റുകളും നിങ്ങൾ +1 +2 പഠിച്ച സബ്ജക്റ്റുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവും. മാത്രമല്ല, സിമിലാരിറ്റി പറഞ്ഞാൽ എക്സാക്റ്റ് അതല്ലെങ്കിലും അതിലേറെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിരിക്കും. ഭയങ്കരമായ അഡ്വാൻസ് ഒന്നും പറയാനില്ല. നിങ്ങൾ +1 +2 പഠിച്ച ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, പിന്നെ നിങ്ങൾ ഫിസിക്സിൻ്റെ തന്നെ പല ഭാഗങ്ങളായിട്ട് പല സബ്ജക്റ്റുകളായിട്ട് എൻജിനീയറിംഗ് മെക്കാനിക്സ്, പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ ബേസിക് സബ്ജക്റ്റുകൾ പഠിക്കാൻ. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കുറച്ചെങ്കിലും ഭാഗം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 1-2 മൊഡ്യൂളൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം ഒക്കെ നിങ്ങൾ +1 +2 പഠിച്ചതാണ്. പക്ഷേ +1 +2 നിങ്ങൾക്ക് യാതൊരുവിധ ടച്ചുമില്ലാത്ത രണ്ട് സബ്ജക്റ്റുകളാണ് മെയിൻലി എനിക്ക് തോന്നുന്നത് ഓർമ്മയുള്ളത്. അതിലൊന്ന് നമ്മുടെ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു മറ്റേ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ പ്രോഗ്രാമിങ്ങിൻ്റെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പുതിയതായിട്ട്, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എൻറ്റയർലി പുതിയതാണ്. പക്ഷേ നമ്മൾ എൻജിനീയറിംഗിൽ പഠിക്കുമ്പോൾ അത് ഏറ്റവും ബേസിക്സിൽ തന്നെയാണ് തുടങ്ങുന്നതാണ്. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് യാതൊരുവിധ ടച്ചും ഇല്ലാത്ത സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ ഈ സബ്ജക്റ്റ് തോറ്റെന്നിരിക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും തീരെ പഠിക്കാത്തവൻ, അല്ലെങ്കിൽ അലമ്പ് കളിച്ച് നടക്കുന്നവൻ, തീരെ സ്റ്റഡീസിൽ ശ്രദ്ധയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഈ സബ്ജക്റ്റിൽ ജയിക്കുക. ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമാജിനേറ്റീവ് പവർ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്കിതിൽ കാണാപ്പാഠം പഠിക്കാൻ കഴിയില്ല. ഇതിൽ നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന പരിപാടിയല്ല. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇമാജിനേറ്റീവ് പവറിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ ചെയ്യേണ്ട സബ്ജക്റ്റാണ് ഗ്രാഫിക്സ്. ഓക്കെ, മറ്റൊരു ഗ്രാഫിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗ്രാഫിക്സിൻ്റെ ആൻസർ നിങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷ ഒക്കെ എഴുതുമല്ലോ അല്ലേ, അല്ലെങ്കിൽ സെമിസ്റ്റർ നിങ്ങൾ സീരീസ് എക്സാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ മിഡ് ടേം എക്സാം ഒക്കെ പോലെ അങ്ങനെ എക്സാമുകൾ ഉണ്ടാവും, ഇൻറ്റേർണൽ എക്സാംസുകൾ. ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പെന്നിൻ്റെ ആവശ്യമില്ല. എന്താണ്? പെന്നിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്ന നേരത്ത്. എന്താ കാരണം എന്നറിയോ? കാരണം ഇത്രയേ ഉള്ളൂ, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വരയ്ക്കൽ മാത്രമാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇതിൽ പല കുട്ടികളും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, കോളേജിൽ ചിലപ്പോൾ 1-2 ക്ലാസ് ഗ്രാഫിക്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് കുറച്ച് ഐഡിയ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കംപ്ലീറ്റ് നമ്മൾ A to Z കംപ്ലീറ്റ് ചെയ്യുന്നത് ഫിഗേഴ്സ് വരയ്ക്കലാണ്. അപ്പോൾ ചിലർക്ക് ആശങ്ക ഉണ്ടാവും. 2 രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. ഏതാണ്? ഒന്ന്, നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന ആൾക്കാർ അല്ലേ. ഒരു സീനറി വരയ്ക്കാൻ പറഞ്ഞാൽ നല്ല വൃത്തിയിൽ വരക്കും. ചിലപ്പോൾ ആളുകളെ തന്നെ അതുപോലെ കാരിക്കേച്ചറായിട്ട് വരക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. മറ്റൊരു തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരക്കാൻ ചോദിച്ചാൽ ഇപ്പോഴും പഴയ വീടൊക്കെ വരച്ച് 4 കള്ളിയൊക്കെ വരച്ച് അല്ലേ, ഇത് വീട്, നമ്മൾ 90s കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ മല, ഇത് പക്ഷി, ഒരു സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് ഇത് ഇപ്പോഴും വരക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, വരക്കാന്ന് പറഞ്ഞാൽ അത് തീരെ കഴിവില്ലാത്തത്. സാറേ +1 +2 റെക്കോർഡ് അടക്കം നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ടാണ് വരപ്പിച്ചത് എന്ന ആംഗിൾ പറയുന്നവരുണ്ടാവും, ആണല്ലോ. ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് വരക്കലാണ്. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഗ്രാഫിക്സ് എന്ന് നമ്മൾ പറയുന്നത് ഇതൊരു ആർട്ടിസ്റ്റിക് ഡ്രോയിങ് അല്ല. എന്തല്ല,
ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ഡ്രോയിങ് അല്ല, മറിച്ച് ഇതൊരു ആർട്ടിസ്റ്റിക് ഡ്രോയിങ് അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി വരക്കാൻ അറിയും എന്ന് വിചാരിക്കുന്നവനായിരിക്കും ഈ സബ്ജക്റ്റിൽ തോക്കുക. തീരെ വരക്കാൻ അറിയാത്തവൻ ഈ സബ്ജക്റ്റ് ജയിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ സബ്ജക്റ്റിൽ പഠിക്കുന്നത് ആർട്ടിസ്റ്റിക് ഡ്രോയിങ് അല്ല, മറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ടെക്നിക്കൽ ഡ്രോയിങ് ആണ്. ഓക്കെ, ഈ ബോധ്യം നമുക്ക് കൃത്യമായിട്ട് വേണം. ഇപ്പോൾ വരക്കാൻ അറിയാത്തവർ ഇത് കാരണത്താൽ ടെൻഷൻ അടിച്ച് നിൽക്കണ്ട. എന്താ ടെക്നിക്കൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ? ടെക്നിക്കൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു സ്കെയിൽ എടുത്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ലൈൻ വരക്കൂ, നിങ്ങൾക്ക് വരക്കാൻ കഴിയില്ലേ? ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് ഒരു 20 ഡിഗ്രി ആംഗിൾ വരക്കൂ, അല്ലെങ്കിൽ 130 ഡിഗ്രി ആംഗിൾ വരക്കൂ, നിങ്ങൾക്ക് വരക്കാൻ അറിയോ? ഒരു കോമ്പസ് എടുത്തിട്ട് നിങ്ങൾക്ക് സർക്കിൾ വരക്കാൻ അറിയോ? പറഞ്ഞ റേഡിയസോ അല്ലെങ്കിൽ പറഞ്ഞ ഡയമീറ്ററോ വെച്ചിട്ട് നിങ്ങൾക്കൊരു സർക്കിൾ വരക്കാൻ അറിയോ? മതി. ഇത് തന്നെയാണ് ടെക്നിക്കൽ ഡ്രോയിങ്. ഈ ടെക്നിക്കൽ ഡ്രോയിങ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്, അല്ലാതെ ആർട്ടിസ്റ്റിക് ഡ്രോയിങ് അല്ല. ആർട്ടിസ്റ്റുകൾ വരച്ചു കൊണ്ടുവരുന്ന ഡയഗ്രാംസ് ഇല്ലേ, അതുപോലുള്ള ഡയഗ്രാംസ് വരക്കലല്ല എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക്കലി ടെക്നിക്കൽ ഡ്രോയിങ് ആണ്. സിമ്പിളായിട്ട് നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ളത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് മീൻസ് ഇറ്റ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് എൻജിനീയേഴ്സ് എന്നാണ് പറയാറ്. ലാംഗ്വേജ് ഓഫ് എൻജിനീയേഴ്സ്, എൻജിനീയേഴ്സിൻ്റെ ഭാഷ എന്നാണ് ഇതിന് പറയാറ്. അതെന്താ അങ്ങനെ കാരണം? ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, കേരളത്തിലാണുള്ളത്. എനിക്ക് പുറത്തുള്ള മേ ബി ഒരു കൊറിയറിലോ അല്ലെങ്കിൽ ജപ്പാനിലുള്ള ആളെയൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കുള്ള വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ആണ്, അല്ലേ? ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. AI കാലങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് റെഡിലി എക്സ്പ്ലെയിൻ, ഇപ്പം ഞാൻ നിങ്ങളോട് മലയാളത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അല്ലേ? അപ്പം ഞാൻ മറ്റുള്ള ഏതെങ്കിലും ഒരു രാജ്യക്കാരനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാഷ ഒരു ലാംഗ്വേജ് ബാരിയർ വരുന്ന ഒരാളുടെ അടുത്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിരിക്കും ഒരു ഡയഗ്രാം വരച്ചു കൊടുക്കുക എന്നത്. ഞാൻ ഉണ്ടാക്കിയൊരു ഇൻസ്ട്രുമെൻറ്റിനെ അവരെ പരിചയപ്പെടുത്താൻ അവരോട് അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് മറിച്ചാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് പകരം ഒരു ഡയഗ്രാം വരച്ചിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ലാംഗ്വേജ്, എൻജിനീയേഴ്സിൻ്റെ ലാംഗ്വേജ് ആണ് എന്ത് പറയുന്നത്, ഈ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇത്ര ഏരിയ ആണ് വീടിൻ്റെ ഏരിയ സ്ക്വയർ ഫീറ്റ് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല എൻജിനീയേഴ്സും അതിൻ്റെ പ്ലാൻ വരച്ച് കാണിക്കും, അല്ലേ? നിങ്ങൾ എത്ര പേര് വീടിൻ്റെ പ്ലാൻ കണ്ടിട്ടുണ്ടാവും? മിക്കവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാൻ കാണുമ്പോൾ എന്താ, നമുക്കത് നോക്കുമ്പോൾ നമുക്കറിയാം റൂം എവിടെയാണുള്ളത്, കിച്ചൺ എവിടെയാണുള്ളത്, ഡൈനിങ് ഹാൾ എവിടെ വരുന്നുണ്ട്, റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണോ അതല്ല സെപ്പറേറ്റ് ആണോ ബാത്റൂം, ഹാളുടെ സൈസ് എത്രയാണ്, കാർ പോർച്ച് ഉണ്ടോ, എനിക്ക് എത്ര പില്ലേഴ്സുകളുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ എന്ത് ചെയ്യാം എനിക്ക് എൻജിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഗ്രാഫിക്സ് പറഞ്ഞ സബ്ജക്റ്റ് മനസ്സിലാക്കിയെടുക്കാന്നല്ല, ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അവിടെ ആ പിക്ചർ വഴി നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ പരിപാടിയാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് ഗ്രാഫിക്സ് സബ്ജക്റ്റിൻ്റെ ഉപയോഗം പറയാം. ഒന്ന്, നമുക്ക് നമ്മുടെ ഐഡിയാസിനെ നമുക്ക് ഫിഗറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഈ സബ്ജക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത്, ഒരു ഫിഗർ, ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രോയിങ് നോക്കിക്കൊണ്ട് നമുക്കതിൻ്റെ 3D ഇമേജ് ഇമാജിൻ ചെയ്തെടുക്കാൻ കഴിയും. ഇതാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. അതായത് ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ 2 ഡയമെൻഷണൽ ഫിഗർ ആണല്ലോ വരയ്ക്കുക. ആ 2 ഡയമെൻഷണൽ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഫിഗർ നോക്കിയിട്ട് അതിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗർ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തെടുക്കാൻ കഴിയണം.
അങ്ങനെ കഴിയുന്ന രീതിയിലാണ് നമ്മൾ അതിലെ പല സ്റ്റേജസുകളുണ്ട്. നമ്മൾ ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോഴേക്ക് നമുക്കത് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് സാറേ ഈ 2 ഡയമെൻഷണൽ ഫിഗറിൽ നിന്ന് എങ്ങനെ 3D വരിക എന്നൊക്കെ ഒരു ഡൗട്ടുകൾ ഉണ്ടാവും. അത് നമ്മൾ ഈ ഇതിൻ്റെ പാഠങ്ങൾ നീങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും. കാരണം നമ്മളിതിലെ 2 ഡയമെൻഷണൽ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റില്ല, ഏതിരുന്നാലും ഇപ്പോൾ ഒരു ബോക്സാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 2D ഇമേജ് വരക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ മുമ്പിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഈ ഒരു റെക്റ്റാങ്കിൾ മാത്രമേ നിങ്ങൾ കാണുള്ളൂ, ശരിയല്ലേ? നിങ്ങളിതിൻ്റെ തിക്നെസ് കാണും. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, നിങ്ങളുടെ നേരെ മുമ്പ് നോക്കുമ്പോൾ നിങ്ങൾ കാണുക ഈ റെക്റ്റാങ്കിൾ മാത്രം. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് അതിനെ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ സൈഡാണ് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും അല്ലേ. അപ്പോൾ ഒരാൾ സൈഡിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ, തൽക്കാലം നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ചത്, സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അയാൾ കാണുന്ന റെക്റ്റാങ്കിൾ വേറെ ഷേപ്പിലാണ്. അതിൻ്റെ അളവ് നേരത്തെ കണ്ട റെക്റ്റാങ്കിളിൽ നിന്ന് മാറ്റമുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് സൈഡ് വ്യൂ ആണ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സൈഡ് ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾ എൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും കാണുക. അപ്പോൾ ഞാൻ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഏതായിരുന്നാലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഈ മുന്നിൽ കാണുന്ന ഈ റെക്റ്റാങ്കിളാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ റെക്റ്റാങ്കിൾ കാണാം, അതേപോലെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ റെക്റ്റാങ്കിൾ കാണാം. ഇങ്ങനെ പല സൈഡിലെ പല വ്യൂസുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ 1-2 വ്യൂസ് വെച്ചിട്ട് എനിക്കതിൻ്റെ 3D ഇമേജ് ഇമാജിൻ ചെയ്യാൻ കഴിയുക എന്നതാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? പലർക്കും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ട് പറയാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കോളൂ. ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്ത സീനിയേഴ്സിൻ്റെ അഭിപ്രായം വേറെ തന്നെ ചോദിച്ചു വെക്കുക. കാരണം അതിൽ ഞാൻ കാരണം പറയാനുണ്ട്. പൊതുവെ കോളേജിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഈ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ചില ടീച്ചേഴ്സ് നന്നായിട്ട് ക്ലാസ് എടുക്കും കേട്ടോ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പല കോളേജിലും ചില ടീച്ചേഴ്സിന് ഈ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ ഒരു മടിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ടീച്ചറിന് ശരിക്കും ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ സബ്ജക്റ്റ് കൊണ്ട്. കാരണം മറ്റേതൊക്കെ ഇപ്പോൾ ഒരു ഫിസിക്സോ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് പറയാം, ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ഡയഗ്രാം വെച്ചിട്ട് കൂളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇവിടെ ഡയഗ്രാം വരക്കുമ്പോൾ അത് പറഞ്ഞ് ഫലിപ്പിക്കണം. നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫിസിക്കലി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ തന്നെ ചിലത് നമുക്ക് മുഖഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് മനസ്സിലായിക്കണോ ഇല്ലേ. അതിനുള്ള പോസിബിലിറ്റി ഇല്ല. ആകെ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. പലപ്പോഴും കോളേജിൽ പല സ്റ്റുഡൻസിനും കാണുന്ന ഒരു ഇഷ്യൂ, ആദ്യം ഒന്നും ചോദിക്കൂല, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂല. ഇപ്പം ഞാൻ ചോദിച്ചാൽ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ആരും ഡൗട്ട് വയ്ക്കുന്നത്, എനിക്ക് മാത്രമേ ഡൗട്ടുള്ളൂ, ഞാൻ ചോദിച്ചാൽ അതെന്തെങ്കിലും എനിക്കൊരു നെഗറ്റീവ്, അങ്ങനെ മടിച്ചേക്കും. അവസാനം എക്സാം ടൈം എത്തുമ്പോഴായിരിക്കും സാറേ എനിക്കിതൊന്നും മനസ്സിലായില്ല, സാറേ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു വരും. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ഇപ്പോൾ എന്നോടാണെങ്കിലും നിങ്ങളിനി കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ആനമണ്ടത്തരം ഡൗട്ടാണെങ്കിലും ശരി അത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അത് നിങ്ങളുടെ ഡൗട്ട് മണ്ടത്തരാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. ഫൈൻ, അത് നിങ്ങൾ ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യുക. അല്ലാത്ത പക്ഷം ആ ഡൗട്ട് വെച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ലാസ് പോകും. അതേപോലെ ഗ്രാഫിക്സിൻ്റെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സാക്കിയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രാഫിക്സിൻ്റെ മൊഡ്യൂൾ 1 നമ്മളിങ്ങനെ തുടങ്ങും. നിങ്ങൾ ഗ്രാഫിക്സിൻ്റെ മൊഡ്യൂൾ 1 പാർട്ട് 2 നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ട് 3 നിങ്ങളെ എത്ര കണ്ടിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. ഇപ്പോൾ കോളേജിലുള്ള വലിയ പ്രശ്നം അതാണ്. നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിൽ എങ്ങാനും ആബ്സെൻ്റ് ആയി, ഏതെങ്കിലും ദിവസം ഒരു പനിയോ എന്തെങ്കിലുമൊക്കെ വന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റാതായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജെന്യൂൻ റീസൺ കാരണം നിങ്ങൾക്ക് ക്യാമ്പസിൽ എത്താൻ പറ്റില്ല, നിങ്ങൾക്ക് അന്ന് ഗ്രാഫിക്സിൻ്റെ ഒരു 2 പീരീഡോ 3 പീരീഡോ ഉണ്ട്, അത് മിസ്സായോ, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ വണ്ടർ അടിച്ചിരിക്കും ക്ലാസ്സിൽ, കാരണം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അവിടെ നമ്മൾ ഈ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും, റെക്കോർഡർ. നിങ്ങൾക്കൊരു ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവണത് അപ്പോൾ അടുത്ത ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ അവിടെ ക്ലാസ് മിസ്സാവുന്ന ചാൻസ് ഇല്ല. ഇനി ഒരു ക്ലാസ് കേട്ട് മനസ്സിലായില്ലേ, ഇപ്പം നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ അതല്ല, നിങ്ങൾക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെക്കുറിച്ച് ഒന്നുകൂടെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്ലേ ചെയ്തിട്ട് കാണാം.
അങ്ങനെ ഒരു അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. ക്ലിയർ? അപ്പം ഞാൻ കൂടുതൽ ഇത് പറഞ്ഞിങ്ങനെ നീട്ടുന്നില്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ 1-2 മണിക്കൂർ വെച്ചിട്ട് അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, നമുക്കിതിൻ്റെ കണ്ടൻസിലേക്ക് പോവാം. അനുഭവത്തിലുള്ള കഥ എന്താ വെച്ചാൽ, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് പണ്ട് കാലം, അതായത് 2015 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് KTUയിൽ ഇറക്കിയപ്പോൾ അന്നത്തെ അത്രയും കാലത്ത് ഉണ്ടായിരുന്ന മാർക്കിംഗ് സിസ്റ്റത്തിൽ കുറേ മാറ്റം ഉണ്ടായിരുന്നു. അതായത് 2 കുട്ടികൾ, ഞാൻ കുട്ടികളുടെ പേരൊന്നും പറയുന്നില്ല, 2 കുട്ടികൾ, കുട്ടീൻ്റെ പേര് ഒന്ന് എയും ഒന്ന് ബിയും. ഓക്കെ, ഈ കുട്ടി നന്നായിട്ട് പഠിക്കും. എനിക്കറിയാം ആ കുട്ടീനെ വെച്ചാൽ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ കുട്ടീനെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ കഴിയും. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് ആണ്. അതായത് പറ്റ മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആവറേജ് ആണോ വെച്ചാൽ ആവറേജും അല്ല, അതിലേറെ താഴെയാണ്. ഓക്കെ, അന്ന് 2015 സ്കീമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകളോ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരാരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അന്ന് ഇൻറ്റേർണൽ ഉള്ളവർ മാത്രമേ, സേഫ് ഇൻറ്റേർണൽ മാർക്സ് ഉള്ളവർ മാത്രമേ എക്സ്റ്റേണൽ എഴുതാൻ പറ്റൂ. അതായത് ഇൻറ്റേർണൽ മാർക്സ് കോളേജിൽ സ്റ്റാഫ് തരുന്ന മാർക്ക് 100ലാണ് ഉണ്ടാവുക. ഓക്കെ, യൂണിവേഴ്സിറ്റി പരീക്ഷ, എക്സ്റ്റേണൽ എക്സാം, യൂണിവേഴ്സിറ്റി പരീക്ഷ ഉണ്ടാവുക 50 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ പാസ്സായി കഴിഞ്ഞ ഒരാൾക്ക് എക്സ്റ്റേണൽ എക്സാം എഴുതാൻ പറ്റൂ. ഇൻറ്റേർണൽ പാസ്സായിട്ടില്ല എങ്കിൽ എക്സ്റ്റേണൽ എക്സാം എഴുതാനും പറ്റില്ല. അപ്പോൾ എത്ര ഇൻറ്റേർണൽ പാസ്സാവാനുള്ള മാർക്ക്? ഇൻറ്റേർണൽ പാസ്സാവാനുള്ള മാർക്ക് 100ൽ 45 വേണമായിരുന്നു അന്ന്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടി, എന്ന് പറയുന്ന കുട്ടി, ഇൻറ്റേർണൽ മാർക്സിൽ ആ കുട്ടിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 88 മാർക്സ് ആയിരുന്നു 100ൽ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ ടോപ്പിലുള്ള ആദ്യത്തെ ഒരു 5-10 ആ കുട്ടി ഉണ്ടായിരുന്നു. 90യുടെ അബോവ് കിട്ടിയ കുട്ടികളുണ്ട്. പക്ഷെ അതേസമയം ഈ ബി എന്ന് പറയുന്ന കുട്ടി എന്താണ്, അവന് കിട്ടിയ മാർക്ക് 39 ആയിരുന്നു. 39. അപ്പോൾ ആസ് പെർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ആർക്കാ? ഈ എ എന്ന് പറയുന്ന കുട്ടിക്കുള്ളോ? ഈ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ സാധാരണ നമ്മൾ കോളേജിലെ കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മളൊരു ശ്രമത്തിന് ഒരു അവസരം കൊടുക്കും. അതായത് വീണ്ടും ഒരു റീടെസ്റ്റ്, അല്ലെങ്കിൽ അവന് സീരീസ് എക്സാമിലൊക്കെ മാർക്ക് പറഞ്ഞിട്ട് വീണ്ടും റീടെസ്റ്റ് കൊടുത്തു, വീണ്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തോ, പഠിച്ചോ എന്ന് പറഞ്ഞു. നീ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ രണ്ടാമത് റീടെസ്റ്റ് എഴുതി അവൻ്റെ മാർക്ക് നോക്കിയപ്പോൾ 100ൽ 41 എന്നാണ് കണ്ടത്. 100ൽ 41 എഴുതാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി എഴുതാൻ പറ്റുമോ? ഇല്ല. 100ൽ 40. അതായത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, യൂണിവേഴ്സിറ്റി നമ്മൾ ഇൻറ്റേർണലി കൊടുക്കുന്ന എക്സാമാണ്. അതിൽ കിട്ടുന്ന മാർക്സിൻ്റെ ഒക്കെ അഡീഷൻ, അതിനൊരു സീക്വൻസ് ഉണ്ട്, അഡീഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ കൂട്ടിയിട്ടാണ് 39 ഉള്ളത് എന്തായി 41 അപ്പോഴും എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല, എക്സാം എന്തായാലും എഴുതാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു അവസരം കൂടെ തരാം, ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ മുന്നേ നീ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വീണ്ടും പരീക്ഷ എഴുതി അവസാനം അവന് എനിക്ക് തോന്നുന്നു 43 44 ആണ് 100ൽ അവന് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ, അതായത് അതിലൊരു റെസ്പെക്ട്ഫുൾ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വീണ്ടും എക്സാം വെച്ചാൽ അവൻ വന്ന് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവൻ പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്, ഒരു സാധു ചെറുക്കൻ. ഓക്കെ, അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു, അവന് 43 44 ആയപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഞാൻ 45 ഇട്ടുതരാം, നീ പോയി പരീക്ഷ എഴുതിക്കോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കൊടുത്തു. ക്ലിയർ? അവസാനം എക്സ്റ്റേണൽ എക്സാം വന്നു. എക്സ്റ്റേണൽ എക്സാം 2015 കേട്ടോ. ഞാൻ ഇയർ പറയാം കാരണം ആദ്യമായിട്ട് KTU ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇയർ ആയിരുന്നു. അന്ന് ഫസ്റ്റുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ടഫായിരുന്നു. ക്ലിയർ? അതായത് യൂണിവേഴ്സിറ്റിക്ക് ഒരു നിയമമുണ്ട്. ഞാൻ ആ നിയമം ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ഇൻറ്റേർണൽ മാർക്ക് 100 എക്സ്റ്റേണൽ 50 അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 150. ഈ 150ൽ 75 മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ, അതായത് 150യുടെ പകുതി മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ അവരെന്ത് ചെയ്യുള്ളൂ,
പാസ്സാക്കാൻ പറ്റുള്ളൂ എന്നതാണ് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ഓഫ് ടോട്ടൽ മാർക്സ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 40% ഓഫ് എക്സ്റ്റേണൽ എക്സാമിൻ്റെ മാർക്ക്, എക്സ്റ്റേണൽ മാർക്സ്. അതായത് 50 മാർക്കിൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്ര വരും? 50%-ൻ്റെ 40 അല്ല 50-ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40%, 5 20. ഇവിടെ ആ കുട്ടിയുടെ മാർക്കല്ല കേട്ടോ 20. അതായത് ഈ പരീക്ഷ എക്സ്റ്റേണൽ എക്സാം ജയിക്കണമെങ്കിൽ 50-ൽ 20 മാർക്കെങ്കിലും വേണം. 50-ൽ 20 മാർക്കെങ്കിലും വേണം. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ 2 കണ്ടീഷനാണ് ഒരു കുട്ടി ജയിക്കാൻ. അതായത് ഒന്ന്, എക്സ്റ്റേണൽ എക്സാമിന് 50-ൽ 20 മാർക്ക് വേണം. രണ്ടാമത്തെ കണ്ടീഷൻ, അങ്ങനെ 20 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ ആ കുട്ടി സേഫ് അല്ല. ആ കുട്ടിക്ക് ടോട്ടൽ എന്തായിരിക്കണം? 75 വേണം. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണേ, ഇപ്പം നമ്മുടെ ബി പറഞ്ഞ കുട്ടിക്ക് 20 മാർക്ക് കിട്ടി വിചാരിച്ചോ. അപ്പോൾ അവൻ എക്സ്റ്റേണൽ എക്സാം പാസ്സായി. പക്ഷേ അവൻ്റെ 45 + 20 എത്ര? 55 and 65 ഉള്ളൂ. അപ്പോൾ അവൻ പേപ്പർ പാസ്സായിട്ടുണ്ടോ? പേപ്പർ പാസ്സായിട്ടില്ല. അവന് 75 വേണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് 88 കിട്ടി. അപ്പോൾ 20 മാർക്സ് കിട്ടി. അപ്പോൾ എത്ര വരിക? 98, 108 വരും. ആ കുട്ടി ഈ പേപ്പറും പാസ്സായി, ഇതും പാസ്സായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 45 കിട്ടിയ കുട്ടിക്ക് ഇവിടെ 20 മാത്രം പോരാ. 20 കിട്ടിയ ഈ പേപ്പർ പാസ്സാവും, പക്ഷെ ടോട്ടലിൽ പാസ്സാവില്ല. അപ്പോൾ ഈ കുട്ടി സേഫ്റ്റിക്ക് എത്ര കിട്ടണം? 30 കിട്ടണം. വേണ്ടേ? ഓക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷ നടന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷ നടന്നു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ എ പറഞ്ഞ കുട്ടി ഫെയിലായി, ഈ ബി പറഞ്ഞ കുട്ടി പാസ്സായി. ഗ്രാഫിക്സ് സബ്ജക്റ്റിൻ്റെ. ഞാൻ എപ്പോഴൊക്കെ ഗ്രാഫിക്സ് കുട്ടികൾക്ക് എടുക്കുന്നുണ്ടോ, ഞാൻ എപ്പോഴും എക്സാമ്പിൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊരു സത്യസന്ധമായിട്ടുള്ള അനുഭവം കേട്ടോ ഞാനീ പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ കുട്ടീനെ ആലോചിച്ച് നോക്കിയേ. ഈ കുട്ടീൻ്റെ കേസ്, ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്. 2 സീരീസ് എക്സാമും അസൈൻമെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ആ കുട്ടി 88-ൽ മാർക്ക് നേടിയിട്ടുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റിയിൽ ഇത് 88, യൂണിവേഴ്സിറ്റിയിൽ 0 കിട്ടിയാൽ പോലും ടോട്ടൽ 88 + 0 = 88. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ആ കുട്ടിക്ക് ഇവിടെ 20-ൻ്റെ താഴെയാണ് മാർക്ക് കിട്ടിയത്. 50-ൽ 20 ഈ കുട്ടി ഇവിടെ പാസ്സാവണമെങ്കിൽ ആ കുട്ടിക്ക് 30-ലേറെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ നമുക്ക് മാർക്ക് അറിയില്ല. എക്സാം റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഗ്രേഡ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നോക്കിയേ, ഗ്രാഫിക് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, ഇതൊരു ഡയഗ്രമാറ്റിക് സബ്ജക്റ്റാണ്, വരച്ചിട്ടുണ്ടാക്കുന്ന സബ്ജക്റ്റാണ്. നമ്മളുടെ അപ്പോഴത്തെ ഒരു ഇൻഡ്യൂഷൻ, അന്നത്തെ ദിവസത്തിലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ അന്നത്തെ മൂഡ്, ഇതെല്ലാം അതിനെ ബാധിക്കുന്നതാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നന്നായി പഠിക്കുന്നവനാണെങ്കിലും ശരി, ചിലപ്പോൾ എക്സാമിൻ്റെ അന്ന് നിങ്ങൾക്ക് എല്ലാം കൈവിട്ട് പോണ അവസ്ഥയ്ക്ക് വന്നേക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ആവറേജോ ബിലോ ആവറേജോ കുട്ടിയാണ്. നിങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം ഗ്രാഫിക്സ്. പക്ഷെ അത് യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ നിങ്ങളായിരിക്കും ജയിക്കുക. അത്ര നമുക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച്. ഞാനിതൊക്കെ പറയണത് എന്തിനറിയാം? ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അവെയർ ആവണം, ഒന്ന് ബോധമുണ്ടാവണം. ഇപ്പം ഞാൻ ഇതിനൊരു അനലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടി നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. ഈ കുട്ടി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടാവാം. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു, പക്ഷെ ആ കുട്ടി അത് ശരിയെന്ന് വിചാരിച്ച് വരച്ച ഡയഗ്രാംസ് ഒക്കെ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവാം. അതിൽ കുറേ തെറ്റുന്ന കുറേ രീതികളുണ്ട്. നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, ഇവൻ കണ്ടോ, ആദ്യം ഒരു എക്സാമിന് പഠിച്ചു, വീണ്ടും അവൻ പഠിച്ചു. അതായത് ഇവന് കൺസിക്യൂട്ടീവായിട്ട് എക്സാംസുകൾ എഴുതിയപ്പോൾ വീണ്ടും അവൻ പഠിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം അവന് ഈ 30-ൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റേ ചക്കട്ടപ്പം മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഗ്രാഫിക്സിന് മാർക്ക് കിട്ടില്ല. ഇത് കറക്കിക്കുത്തലല്ല, നമുക്ക് വരച്ചുണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ വരച്ചുണ്ടാക്കി ജയിക്കണം. അത് ഒരാൾ സ്ഥിരം ആദ്യകാലത്തൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അവസാനം ഉഴപ്പിയോ കഴിഞ്ഞു കഥ.
ഓക്കെ. മാത്രമല്ല ഇതൊരു ഇൻ്ററാക്ഷൻ വഴി നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റ് ആവുന്ന ഒരു അവസ്ഥ, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ ലൈവ് സെഷൻസ് ആയിട്ട് നിങ്ങളുടെ സീരീസ് എക്സാമിൻ്റെ ഒക്കെ മുന്നേ നമ്മൾ വരുന്നുണ്ടാവും. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ലൈവിനോ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെയോ നമ്മുടെ മെൻറ്റേഴ്സ് ത്രൂ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റിപ്ലൈ എന്ത് ചെയ്യും, നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഇത് ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്ററിലും, അതായത് ഈ സെമസ്റ്ററിൽ കുറച്ച് ബ്രാഞ്ചസിനാണ് ഉണ്ടാവുക, അടുത്ത സെമസ്റ്ററിൽ വേറെ കുറച്ച് ബ്രാഞ്ചസിനാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്നവർക്ക് അവരുടെ കോഴ്സിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ GMEST 103 എന്നാണ്. CIE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ എക്സാം മാർക്സ്, അതായത് നിങ്ങളുടെ കോളേജിൽ നടത്തുന്ന സീരീസ് എക്സാമിൻ്റെ മാർക്കാണ് 40 മാർക്ക്. ESE എന്ന് പറഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാം മാർക്ക്. യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷ 60-ലായിരിക്കും. അപ്പോൾ ടോട്ടൽ എത്രയായി? 100 മാർക്കായി. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടോട്ടൽ 100-ൽ പാസ്സാവണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ, ടോട്ടൽ 100-ൽ എന്ത് വേണം? 50 വേണം. രണ്ടാമത്തെ കണ്ടീഷൻ 60 മാർക്കിൽ യൂണിവേഴ്സിറ്റി നടക്കുമ്പോൾ അതിൻ്റെ 40% ആയ 24 മാർക്സും നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ നേടണം. ക്ലിയർ? ഇത് എൻഡ് സെമസ്റ്റർ എക്സാം ജയിക്കണമെങ്കിൽ 60-ൽ 24 വേണം. ടോട്ടൽ പേപ്പർ ജയിക്കണമെങ്കിൽ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ 100-ൽ 50 വേണം. ഇതാണ് 2 കണ്ടീഷൻ. ഓക്കെ. ഇതിന് നമ്മൾ 40%, ഇത് 50% എന്നാണ് പറയുക. ഈ ഏത് സബ്ജക്റ്റ് എടുത്താലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേ ആ സബ്ജക്റ്റ് നമ്മൾ പാസ്സായി എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരുത്തൻ പറയാണ് എനിക്ക് ഇൻറ്റേർണൽസിൽ തന്നെ 100-ൽ 100 കിട്ടി എന്ന് വിചാരിച്ചിട്ട് അവന് യൂണിവേഴ്സിറ്റി എഴുതാതിരിക്കാൻ പറ്റുമോ? കാരണം ടോട്ടൽ 100-ൽ എത്ര വേണം? 50 മാർക്കാണ് വേണ്ടത്. അപ്പോൾ അതിൽ 100-ൽ 50 അല്ല, സോറി, ഇൻറ്റേർണൽസ് എത്ര വരിക? ഇൻറ്റേർണൽസ് 40. ഓക്കെ. ഇൻറ്റേർണൽസ് 40-ൽ ഒരാൾക്ക് 40 ഔട്ട് ഓഫ് 40 എന്നെ കിട്ടിയെന്ന് വിചാരിച്ചോ. എന്നിട്ട് അവൻ പറയാണ് എനിക്ക് 40 കിട്ടി, ഇനി ഇവിടെ 10 കിട്ടിയാൽ 50 ആയി എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജയിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾക്ക് 4 പീരിയഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ 4 ആവില്ല, അത് ചിലപ്പോൾ 5 or 6 ആയിരിക്കും. കാരണം ആഴ്ചയിൽ 4 പീരിയഡ് കൊണ്ട് മാത്രം ഗ്രാഫിക്സ് തീരില്ല. കാരണം ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെ ചിലപ്പോൾ നമുക്ക് 2 പീരിയഡോ 3 പീരിയഡോ ഒക്കെ വേണ്ടി വരും. തുടക്കത്തിലല്ല, ഒരു സെക്കൻഡ് തേർഡ് മൊഡ്യൂളൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒരു ഡയഗ്രാം, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് 2 പീരിയഡ് 3 പീരിയഡൊക്കെ എടുക്കുന്നുണ്ടാവും. യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവുക 2.5 മണിക്കൂറാണ്. ഇത് ഏത് കോഴ്സ്? അത് തിയറി ഉണ്ട്, ലാബുണ്ട്. എന്താണ് തിയറി, ലാബ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ, ഈ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? To learn the principles and techniques of dimensioning and preparing engineering drawings. അത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് വരയ്ക്കാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുക. എന്നിട്ട് ആ ഡ്രോയിങ്ങിൽ ഡയമെൻഷനിങ് ഒക്കെ ചെയ്യുക. ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവുകൾ കാണിക്കുക. അതൊക്കെ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഡയമെൻഷനിങ് കാണിക്കുക. അതിന് നിങ്ങൾ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തതോ, to develop the ability to accurately interpret and understand engineering drawings. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് അത് ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ടു ലേൺ ദ ഫീച്ചേഴ്സ് ഓഫ് CAD സോഫ്റ്റ്വെയർ. CAD എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ ഗ്രാഫിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയറിലും നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സും പഠിക്കലാണ് ഈ സബ്ജക്റ്റിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു കോളേജിൽ നമ്മൾ ഇൻറ്റേർണൽ മാർക്സ് 40 മാർക്കാണ് ഉണ്ടാവുക. ഈ 40 മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, അറ്റൻഡൻസ്. നിങ്ങളുടെ കോളേജിൽ അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ടാവും. അത് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ പല കോളേജും പല സ്കീമാണ്. ഇനി KTU കോമൺ ആയിട്ട് ഇറക്കിക്കണമെന്ന് ഞാൻ പുതിയ കരിക്കുലത്തിൽ നോക്കിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ പറയുകയാണെ, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അതായത് നിങ്ങളുടെ അറ്റൻഡൻസ് 90% ആൻഡ് എബവ് ആണോ, നിങ്ങൾക്ക് 5 മാർക്കായിരിക്കും. നിങ്ങളുടെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് 85%-ൻ്റെ മുകളിലാണോ, 85-90-ൻ്റെ ഇടയിലാണോ, ഇറ്റ് മൈറ്റ് ബി 4.
അങ്ങനെ ഒരു ബാറുകൾ ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കുക. ചിലപ്പോൾ ടീച്ചേഴ്സ് ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. ചിലർ 5 മാർക്സ് കിട്ടണമെങ്കിൽ 95 വേണമെന്ന് പറയും. അങ്ങനെ പലർക്കും പല ഒരു ക്ലാസിഫിക്കേഷൻ കോമൺ ആയിട്ട് കയറ്റി ഇറക്കിക്കണോ എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് പറയേണ്ടി വരും. ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, അറ്റൻഡൻസ് നിങ്ങൾക്ക് എന്തുണ്ട്, 5 മാർക്കുണ്ട്. 40-ലെ 5 മാർക്ക് എന്താണ്, നിങ്ങളുടെ അറ്റൻഡൻസിനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അടുത്തത് അസൈൻമെൻറ്റ് ആൻഡ് ലാബ് എക്സാം. ഞാൻ എന്താ അതിലേക്ക് വരാം, ലാബ് എക്സാം എന്നുള്ളത്. അസൈൻമെൻറ്റ് നിങ്ങൾക്കറിയാലോ, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് തരും. അത് അസൈൻമെൻറ്റ് വർക്കായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഒരു സെമസ്റ്ററിൽ ചിലപ്പോൾ 1 അസൈൻമെൻ്റ് ആവാം, 2 അസൈൻമെൻ്റ് ആവാം, 3 അസൈൻമെൻ്റ് ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചർ ഹൂ ടേക്സ് ഫോർ യു ദ ക്ലാസ്. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ടീച്ചറിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറേ അസൈൻമെൻറ്റ് തരാം, ചിലപ്പോൾ ഒറ്റ അസൈൻമെൻറ്റ് തരാം. ബട്ട് ദ ബെറ്റർ വൺ ഈസ്, ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് 2 അസൈൻമെൻറ്റ്. അതിൻ്റെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുക. അസൈൻമെൻറ്റിൻ്റെ മാർക്ക് 10 ആണ്. പിന്നെയോ ഒരു ലാബ് എക്സാം ഉണ്ടാവും. ലാബ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് CAD-ൻ്റെ പാർട്ട് പഠിക്കാനുണ്ട്. ഈ ഗ്രാഫിക്സിൽ CAD നമ്മൾ കണ്ടല്ലോ, CAD-ൻ്റെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആ CAD-ൻ്റെ ഭാഗം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടാവില്ല. അത് ജസ്റ്റ് ബേസിക് മനസ്സിലാക്കി നിങ്ങൾ ലാബിൽ പോയിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അപ്പോൾ ലാബിൽ CAD-ൻ്റെ ഒരു എക്സാം നടത്തി അതിന് 5 മാർക്കായിരിക്കും കൊടുക്കേണ്ടത് എന്നും യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അസൈൻമെൻറ്റ് പ്ലസ് ലാബ് എക്സാം എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ. നിങ്ങളുടെ ഫസ്റ്റ് 2 മൊഡ്യൂൾ കഴിഞ്ഞാൽ ഒരു കോളേജ് ലെവലിൽ ഒരു എക്സാം നടത്തും. അതിന് 10 മാർക്കാണ് അതിൻ്റെ ഷെയർ വരിക. അടുത്ത ഇൻറ്റേർണൽ എക്സാം മൊഡ്യൂൾ 3ഉം 4ഉം പഠിപ്പിച്ചതിന് ശേഷം അടുത്ത ഇൻറ്റേർണൽ എക്സാം നടക്കും. അതിനും 10 മാർക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ കൂട്ടിയാൽ 10, 20, 30, 40 മാർക്സ് കിട്ടും. ഇനി ഇതിൽ നോക്കിയേ, ഈ 40-ലെ 5 അറ്റൻഡൻസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പഠിപ്പിക്കുന്ന സാറിന് ഇഷ്ടമുണ്ടാവില്ല, അയാളുടെ ക്ലാസ് മനസ്സിലാവുന്നില്ല, ബോറനാണ് എന്നൊക്കെ വിചാരിച്ച് നമുക്കിന്ന് കട്ടടിക്കാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇന്ന് മാസ് കട്ടാണ്, അപ്പോൾ നമുക്കും കട്ടാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് എടുക്കുന്ന ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, എടുക്കാത്ത സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ ആ റെസ്പെക്റ്റ് കൊടുത്തിട്ടെങ്കിലും നമ്മൾ അവരുടെ ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? അൺനെസസറിലി അല്ലെങ്കിൽ എന്തെങ്കിലും വാലിഡ് റീസൺ ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ മെഡിക്കൽ ലീവോ അല്ലെങ്കിൽ ഡ്യൂട്ടി ലീവോ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ അങ്ങനെ ഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ വെറുതെ പോയിട്ട് എന്ത് ചെയ്യരുത്, ക്ലാസ് നിങ്ങൾ കളയരുത്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ 5 മാർക്ക് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് നമ്മുടെ ടീമിന് നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. അത് നിങ്ങൾ അവിടെ കോളേജിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ക്ലാസ്സിൽ ഇരിക്കുക വേണം. രണ്ടാമത്തത് അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റിന് ചില സ്റ്റാഫുകൾ ടൈം പറയും, ഇന്ന ടൈമിനോട് സബ്മിറ്റ് ചെയ്യണം, ആ ടൈമിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. പൊതുവേ കോളേജിലൊക്കെ നിങ്ങൾ അസൈൻമെൻറ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കംപ്ലീറ്റ് മാർക്ക് തന്നെ പൊതുവേ കൊടുക്കാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സും സ്വരച്ചേർച്ച ഇല്ല എങ്കിൽ ചിലപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മാർക്കിലും ആ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം കീപ്പ് ചെയ്യുക. ഇവിടെ ഈ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടൻറ്റ് പഠിക്കുന്നത് നിങ്ങൾ വരക്കലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അസൈൻമെൻറ്റിൽ ഏത് പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ ഡൗട്ടുകളുണ്ടോ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ നമ്മളിവിടെ ഉണ്ട്, നമ്മളോട് കോൺടാക്ട് ചെയ്യാം. ഇൻറ്റേർണൽ എക്സാമിനേഷൻ ഇത് നമുക്ക് ചെയ്തു തരാൻ കഴിയുന്നതാണ്. അതായത് നമ്മുടെ ക്ലാസ് പഠിച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നത്. ഇതും അതേപോലെ തന്നെ. അപ്പോൾ CAD-ൻ്റെ കേസിൽ സംബന്ധിച്ചിടത്തോളം CAD യൂണിവേഴ്സിറ്റിക്കില്ല. യൂണിവേഴ്സിറ്റിക്ക് CAD ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലാസ്സിലെടുക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ 10, 20, 30 ഇത്രയും മാർക്സാണ് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പറ്റുക. ബാക്കി 5 അറ്റൻഡൻസ് ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയാലും ശരി, ആ 5 നിങ്ങൾക്ക് നേടാൻ പറ്റും. ചില കോളേജിലൊക്കെ ലാബ് എക്സാം നടക്കാറില്ല എന്നാണ് ഞാൻ കേട്ടത്. ചിലപ്പോൾ ആ 5 മാർക്ക് അസൈൻമെൻറ്റിൽ തന്നെയോ അല്ലെങ്കിൽ ആ 5 മാർക്ക് ഇവിടെ ഇൻറ്റേർണൽ എക്സാം 20ക്ക് പകരം 25 ആക്കിയിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ക്ലിയർ? അപ്പം 40 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 40 വളരെ വില പിടിപ്പിച്ചതാണ്. അതായത് നിങ്ങൾക്ക് ഗ്രേഡ് കൂടണമെങ്കിൽ മാക്സിമം മാർക്സ് ഇവിടെ സ്കോർ ചെയ്യുക.
കാരണം നിങ്ങളെ പഠിപ്പിച്ച സാർമാരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ ലെവലിൽ പഠിപ്പിച്ചിരിക്കണോ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്, അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് വരിക. ഐ മീൻ യൂണിവേഴ്സിറ്റി അല്ല, സോറി, നിങ്ങളുടെ ഈ ഇൻറ്റേർണൽ എക്സാമിന് വരിക. അപ്പോൾ അതൊരു സേഫ് കാറ്റഗറിയാണ്. മാക്സിമം മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ 40/40 തന്നെ. പക്ഷെ ഗ്രാഫിക് സബ്ജക്റ്റ് ആകുമ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. കുറച്ച് അവിടെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മാർക്ക് 1-2 കുറഞ്ഞേക്കാം. പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം മാർക്സ് എന്ത് ചെയ്യണം, അതിവിടെ നേടണം. ഓക്കെ, ഇനി യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെയാണ് വരിക? യൂണിവേഴ്സിറ്റി എക്സാമിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. ഈ മൊഡ്യൂൾ 1-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരും, 1, 2. മൊഡ്യൂൾ 2-ൽ നിന്നും 2 ക്വസ്റ്റ്യൻ വരും, 3, 4. അങ്ങനെ എല്ലാത്തിനും മൊഡ്യൂൾ 3-ന്നും 4-ന്നും വരും. ഈ മൊഡ്യൂൾ 1-ൽ നിന്ന് 1 or 2-ലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. സപ്പോസ് ഐ ആം ഡൂയിങ് ക്വസ്റ്റ്യൻ നമ്പർ 2, അപ്പോൾ മൊഡ്യൂൾ 1-ന്റെ ഷെയർ തീർന്നു. ഈ ഒരു ക്വസ്റ്റ്യന് 15 മാർക്ക് ആയിരിക്കും. അതേപോലെ 3-ഉം 4-ഉം ആണ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഫ്രം മൊഡ്യൂൾ നമ്പർ 2. 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതാട്ടോ 3-ഉം 4-ഉം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് എഴുതണമെങ്കിൽ അതിന് 15 മാർക്ക്. അപ്പം 4 മൊഡ്യൂളുകളാണുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 15 മാർക്കാകുമ്പോൾ മൊത്തം 60 മാർക്കായി. ഓക്കെ, ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആൻസർ ചെയ്താൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് 15 ആണ്. അപ്പോൾ 4 മൊഡ്യൂളിൽ നിന്ന് 15 മാർക്ക് വെച്ചിട്ട് നമുക്ക് 60 മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇത് കാര്യം നിങ്ങൾ നോക്കണ്ട. ഇത് നമ്മുടെ സിലബസിൽ അതേപോലെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കീപ്പ് ചെയ്തെന്നുള്ളൂ. ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ സിലബസിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഇൻട്രൊഡക്ഷൻ, ഇതാണ് ഇപ്പം ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് പറയാം. ടെക്നിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസുകൾ. അതായത് നമ്മൾ ലൈൻസുകൾ വരയ്ക്കുമ്പോൾ, ലൈൻസ് വരയ്ക്കാറ് ഇപ്പോൾ ഒരു ക്യൂബ് വരയ്ക്കുക വിചാരിച്ചു. ഇപ്പോൾ ഒരു ക്യൂബ് ഞാനിതേ ഇങ്ങനെ വരച്ചു. ഇതൊരു ക്യൂബായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അല്ലേ, ക്യൂബ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്ക് കൂടെയും എന്തുണ്ട്, എഡ്ജുകൾ വരുന്നുണ്ട്. പക്ഷെ അത് മുന്നിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ കാണാൻ കഴിയാത്ത ലൈനുകളെ അതെങ്ങനെയാണ് ഞാൻ കാണിക്കുക, കാണാൻ കഴിയുന്ന ലൈനുകളെ എങ്ങനെയാണ് കാണിക്കുക, അങ്ങനെ ലൈൻസ് പല രീതിയിൽ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ ഇപ്പോൾ പറയുന്നതിന് പകരം നമ്മൾ ഫിഗേഴ്സ്, നമ്മൾ പ്രോബ്ലംസ് വരച്ച് വരുമ്പോൾ നിങ്ങളത് ഓട്ടോമാറ്റിക്കലി പഠിക്കും. അവിടെ നമ്മൾ ടൈപ്സ് ഓഫ് ലൈനൊക്കെ കാണിക്കും. ഡയമെൻഷനിങ് എങ്ങനെയാണ് ചെയ്യുക, BIS കോഡ് ഓഫ് പ്രാക്ടീസ്, ഇതൊന്നും എന്തായാലും ഇതൊക്കെ കണ്ടോ, നോക്കി നിങ്ങൾ, നോ ക്വസ്റ്റ്യൻസ് ഫോർ എൻഡ് സെമസ്റ്റർ എക്സാം. ഇത് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഈ ഭാഗത്ത് നിന്ന് ഇപ്പം നമ്മൾ ഇത്രയും വായിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തുണ്ടാവില്ല, യൂണിവേഴ്സിറ്റിക്ക് ചോദ്യങ്ങളുണ്ടാകും. അതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കുക. എന്താണ് ടെക്നിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യകത, എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ഇതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ തിയറിറ്റിക്കലി ഒന്നും നമുക്ക് ഗ്രാഫിക്സിലില്ല, ഒക്കെ വരക്കലാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1-ന് എക്സാമിൽ തുടങ്ങുക എവിടുന്ന, ഈ ഭാഗമാണ്. അതായത് ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മൊഡ്യൂൾ 1-ൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ അതിലെ മൊഡ്യൂൾ 1-ലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ഇങ്ങനെ 2 കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷനും ലൈൻസിൻ്റെ പ്രൊജക്ഷനും, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പ്രൊജക്ഷൻ, എങ്ങനെ ഇത് വരയ്ക്കുക എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്തത് മൊഡ്യൂൾ 2-ൽ നമ്മൾ ചെയ്യണത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻ. ഇപ്പോൾ പല ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. പ്രിസം, പിരമിഡ്, കോണ്, സിലിണ്ടർ, ഓരോ ടൈപ്പുകളുണ്ട്. ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ആ മൊഡ്യൂൾ എത്തുമ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞുതരും. പിന്നെ ഇതിൽ തന്നെ പ്രത്യേകം അവർ പറയുന്നുണ്ട് പ്രൊഫൈൽ വ്യൂ അഥവാ സൈഡ് വ്യൂ, അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, അതും കൂടെ ഇവിടെ അവർ പറയുന്നുണ്ട്. അതും നമുക്ക് ജസ്റ്റ് ബേസിക്കൽ എടുക്കാം. ഈ പ്രൊഫൈൽ വ്യൂ ഒന്നും യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ 2 പാർട്ടുകൾ പഠിക്കാനുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാനുള്ളത് ഒന്ന് സെക്ഷൻ ഓഫ് സോളിഡ്സ്, മറ്റേത് ഡെവലപ്മെൻറ്റ് ഓഫ് സോളിഡ്സ്. സെക്ഷൻ ഓഫ് സോളിഡ്സ് പറഞ്ഞാൽ ഒരു സോളിഡ് മുറിച്ച് കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ നമുക്ക് മുറിക്കാം. നേരെ മുറിക്കാം, ഹൊറിസോണ്ടലായിട്ട് മുറിക്കാം, ചെരിച്ച് മുറിക്കാം. അതെങ്ങനെയൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന സോളിഡ് വരയ്ക്കലാണ് സെക്ഷൻ ഓഫ് സോളിഡ്.
എങ്ങനെ ഒരു സോളിഡ് ഏതോ ആംഗിൾ, പല ആംഗിൾ വെട്ടാം, ഏതോ ഒരു ആംഗിൾ വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വെട്ടിയതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന സോളിഡിനെ വരക്കലാണ് സെക്ഷൻ ഓഫ് സോളിഡ്സ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണം, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കേസ് അടക്കം പറയുന്നത് ഞാൻ വരക്കുന്നതിൽ വളരെ മോശമാണ് ആർട്ടിസ്റ്റിക് ഡ്രോയിങ്ങിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഗ്രാഫിക്സ് എടുക്കുന്ന ആൾ ഞാനുമാണ്. ക്ലിയർ? അപ്പോൾ ഇത് നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് പേടിച്ച് നിൽക്കേണ്ട, വളരെ സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് ക്ലാസ്സസ് എന്ത് ചെയ്യാം, എടുത്തു പോകാം. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് ആണ്. അത് നമ്മൾ പറയാം, ഞാനിതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വെറുതെ ടെൻഷൻ അടിക്കുകയും ചെയ്യും. ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗത്താണ് നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് വരുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് CADൻ്റെ ലാബ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് മൊഡ്യൂളിലാണുള്ളത്. അതായത് നമ്മൾ വരച്ചിട്ടുള്ള നമ്മൾ മൊഡ്യൂൾ 4 എത്തുമ്പോഴേക്ക് ഐസോമെട്രി തീരും അല്ലേ. അപ്പോൾ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാനും ഒരു ലൈന് വരക്കാനും ഒരു സോളിഡ് വരക്കാനും മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സോളിഡ് വരക്കാനൊക്കെ നമ്മൾ റെഡി ആയിരിക്കും. അതിൻ്റെ 3D ഇമേജ് നമ്മുടെ തലയിൽ വരുന്ന ഒരു ലെവലിലേക്ക് നമ്മളെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് അത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് വരക്കുന്നത് യൂസിങ് ദ സോഫ്റ്റ്വെയർ CAD, അതാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ബേസിക്കായിട്ട് സോളിഡ്സിനെ വരക്കാനും സോളിഡ്സിനെ റൊട്ടേറ്റ് ചെയ്യാനും ബേസിക്കായ കാര്യങ്ങളാണുള്ളത്. പക്ഷേ ഇതിൽ അവർ പറയുന്നുണ്ട് CAD എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇവാലുവേഷന് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു 5 മാർക്ക്, ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ എവിടെയപ്പോൾ ഒരു 5 കണ്ടല്ലോ, കണ്ടോ ഈ 5 മാർക്ക് കണ്ടില്ലേ, ഈ 5 മാർക്ക് ലാബ് എക്സാം നടത്തുന്നത് അത് CADൻ്റെ കേസിലാണ്. CAD പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാനാണ് നമ്മളവിടെ ഒരു ചെറിയൊരു എക്സാം പോലൊക്കെ നടത്തും. അത് 5 മാർക്ക്. ചിലർ എക്സാം നടത്തില്ല, ആ 5ഉം കൂടെ മറ്റേതിലേക്ക് ചിലപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത്ര എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ വെറുതെ ടൈം പാസ്സുള്ള നേരത്തെ ഇതിരുന്ന് കാണരുത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെയും തല നല്ല ആക്റ്റീവായി നിൽക്കണ നേരത്തായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് ഈ ഗ്രാഫിക് സബ്ജക്റ്റ് ബുദ്ധിമുട്ടാണ് പലർക്കും. അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഈ സബ്ജക്റ്റ് ഏറ്റവും പുതിയതാണ്, ഒരാൾക്കും ഇത് പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത് വെച്ചാൽ 4 മൊഡ്യൂൾസുകളിൽ ഗ്രാഫിക്സിൽ ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂൾ തന്നെയാണ്, മൊഡ്യൂൾ നമ്പർ 1. അതാണ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ബുദ്ധിമുട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, അയ്യോ ഇത് എന്നെക്കൊണ്ട് കഴിയുന്നില്ല, ഒന്നാമത്തെ മൊഡ്യൂളേ പോയി. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ എളുപ്പമാണെങ്കിലും നമ്മുടെ മാനസികമായിട്ട് നമുക്കൊരു തോന്നലുണ്ടാവും, അയ്യോ ഇത് ഭയങ്കര ടഫാണ്, ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് കഴിയില്ല, ഈ സബ്ജക്റ്റ് എല്ലാവരും ടഫാന്ന് പറയുന്നത്, അതുകൊണ്ട് ഇത് ടഫ് തന്നെയാണ്, എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നൊരു ടെൻഡൻസിയിലേക്ക് പോകും. ഓക്കെ, സ്വാഭാവികമാണ്. ഗ്രാഫിക്സ് ചിലപ്പോൾ നമുക്ക് ഈ ഗ്രാഫിക്സ് സബ്ജക്റ്റ് പ്രത്യേകിച്ച് മൊഡ്യൂൾ 1ൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതൊരാൾക്ക് ഒരു ക്ലിക്ക് ആവണം. ഇത് നമ്മൾ പറയാം, ഒരു ക്ലിക്ക് ഉണ്ടാവും. അതായത് പെട്ടെന്ന് മനസ്സിലാവും, ഓ ഇത് ഇതുകൊണ്ടാണല്ലേ, അതിൻ്റെ ബാക്കിലുള്ള കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം മൊഡ്യൂൾ 1ൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് റിവൈസ് ചെയ്യാൻ, പരീക്ഷയ്ക്കൊക്കെ റിവൈസ് ചെയ്യാൻ 10 മിനിറ്റ് വേണ്ട. ബിലീവ് മീ, ഒരു മൊഡ്യൂള് നമുക്ക് റിവൈസ് ചെയ്യാൻ 10 മിനിറ്റ് പോലും വേണ്ട. സംഭവം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അത് മനസ്സിലായിട്ടില്ലേ 10 മിനിറ്റ് എന്നല്ല, നിങ്ങൾ 10 മണിക്കൂർ എടുത്താലും ആ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല, നിങ്ങൾക്ക് പേടിയായിരിക്കും, അപ്രോച്ച് ചെയ്യാൻ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ കാര്യം പിടി കിട്ടിയോ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഈ സംഭവം മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജേണി നമ്മൾ ഇന്നിവിടെ തുടങ്ങുകയാണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമ്മൾ ഒരുമിച്ചുള്ളൊരു ജേണി. എന്ത് ടെൻഷനോ എന്ത് പ്രഷറോ അത് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഞാനിവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ കെൽപ്പുള്ളവനാണെന്നും അങ്ങനെ വാശിക്കാരനൊന്നുമല്ല, പക്ഷെ എനിക്ക് അറിയുന്ന ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഡൗട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ക്ലാരിഫൈ ചെയ്താൽ നമുക്ക് ഒന്നിച്ച് ഒരു ടീമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ പ്രയാണത്തിലേക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ മൊഡ്യൂൾ 1ൻ്റെ 1ാം പാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു ഗൈസ്.